അപ്പോൾ അങ്ങനെ അടുത്ത ഞായറാഴ്ച ഇരിക്കുകയാണ് ക്യോത്തോയിൽ പോകുന്ന വെച്ചിട്ടാണ്. ക്യോത്തോ ഇവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ക്യോത്തോ ജസ്റ്റ് പോയി കറങ്ങി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, അതിനുള്ള പുറപ്പാടാണ്. സോ ആദ്യം നമ്മൾ കാരസാക്കി റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു പോണത്. അവിടെ നിന്ന് എന്താ പറയുക, ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ശേഷം വരെ സൈക്കിളിൽ പോകാമെന്ന് വിചാരിച്ചു. 2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നടന്ന് വീടിൻ്റെ ബാക്ക് സൈഡ് എത്തി. സൈക്കിൾ ഇറക്കണം ഇനി. ഇപ്പോൾ സൈക്കിള് പാർക്ക് ചെയ്തിട്ടാണ് 110 തന്നെയാണ് ഒരു ദിവസത്തേക്ക്. ഞാൻ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ രാത്രിയാവും. പാർക്കിംഗ് കഴിഞ്ഞു, ലോക്കിലേക്ക് പോവാണ്. ഓക്കെ, എടുത്തിരിക്കുകയാണ്. 240 തന്നെയാണ് കേട്ടോ. ഫുള്ള് ജാപ്പനീസ് ആയിരുന്നു, എനിക്കൊന്നും വായിക്കാറിയില്ല. ഞാൻ ട്രാൻസ്ലേറ്റർ ചെങ്ങിലേക്ക് എടുത്തു. ഓക്കെ, ലെറ്റ്സ് ഗോ. പത്തേകാടിനാണ് ട്രെയിൻ. ഇനി 6 മണിക്കൂർ കൂടി ഉണ്ട്. ഓടിപ്പടച്ച് വന്നിട്ടിപ്പോൾ ചെറിയ സ്റ്റേഷനാണ്, 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. പിന്നെ 10:15 എന്ന് പറഞ്ഞാൽ 10:15 തന്നെ ഇവിടെ എത്തിയിരിക്കും. 10:17 കാണിക്കുന്നത്. 10:17 തന്നെ ട്രെയിൻ ഇവിടെ എത്തും കേട്ടോ. അക്കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല. അങ്ങനെ ട്രെയിൻ വന്നായിരുന്നു കേട്ടോ. ട്രെയിൻ കയറി വന്നിട്ട് ഇപ്പോൾ ക്യോത്തോ എത്തി. ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. തിരക്കിടില്ലാതെ തിരക്കുണ്ടായിരുന്നു. ഇതാണ് ക്യോത്തോ സ്റ്റേഷൻ. ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ ഭയങ്കര ചർച്ചാ വിഷയം കേട്ടോ. അതായത് അടിപൊളിയാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ ബേസ്മെൻറ്റിലാണ് കുറേ ഷോപ്പിംഗ് മോൾ കാര്യങ്ങൾ. ഇതൊരു 9 ഫ്ലോറിൻ്റെ കേട്ടോ. മേളിൽ അടിപൊളിയാണ്. മേളിൽ സ്കൈ വേ ഒക്കെ ഉണ്ട്. പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്, പിന്നെ കുറേ ഷോപ്പിംഗ് മോളിൽ ഒരു ഷോപ്പിംഗ് മോൾ പോലെ തന്നെയാണ് ഇതിൻ്റെ മേളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ. ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഫുഡ് കോർട്ട് കാര്യങ്ങൾ അടിപൊളിയാണ്. ഞാനും ആദ്യമായിട്ടാണ്, ഞാനിതിനു മുമ്പ് വ്ളോഗിലൊക്കെ തന്നെ കണ്ടിട്ടുള്ളൂ. അടിപൊളിയായിരുന്നു. കുറേ ഫോറിനേഴ്സിനെ കാണാൻ പറ്റിയിട്ട് ഇഷ്ടംപോലെ. ടൂറിസ്റ്റുകൾ കൂടുതലുണ്ട് ഇവിടെ. ഓവർ ടൂറിസം ആയെന്നാണ് ഞാൻ വേറെ വ്ളോഗിലൊക്കെ കണ്ടത്. ഭയങ്കര ഫോറിനേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റേഷനിലെ സ്റ്റാഫിനൊക്കെ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇതാണ് സ്റ്റേഷൻ്റെ മുൻവശം. അടിപൊളി സ്റ്റേഷനാണ്. ഇത് ക്യോത്തോ സ്റ്റേഷൻ്റെ റൂഫ് ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിലൊരു ബ്ലാക്ക് കളർ ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. അതാണ് കുറച്ച് ചെറുതായിട്ടൊന്ന് ഇരുണ്ടിരിക്കണത്.
അപ്പോൾ ഇത് 9th നിലയായിരുന്നു തോന്നുന്നു. അതെ, 9 നിലയുടെ മേളിൽ റൂഫ് ടോപ്പ്. സ്കൈ വേ എന്നോ സ്കൈ ഗാർഡൻ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ക്യോത്തോ നഗരമാണിത്. താഴെ കാണുന്ന കേട്ടോ, ഇതാണ് സ്റ്റേഷൻ. നമ്മളവിടെയാണ് വന്നിറങ്ങിയത്. സ്റ്റേഷൻ്റെ ട്രാക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ്റെ മേൽഭാഗം. അവർ കാണുന്ന ക്യോത്തോ ടവറാണ് കേട്ടോ അത്. ഇതൊക്കെ അതിൻ്റെ ഉൾവശമാണ്. ഇത് ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പം ആദ്യം കാണിച്ച വീഡിയോയുടെ ഓപ്പോസിറ്റ് സൈഡ് ക്യോത്തോ സിറ്റി. അപ്പോൾ ഇനി ക്യോത്തോ ടവറിൽ കയറാൻ പോകാം കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുത്തു. 900 yen ആയിരുന്നു ക്യോത്തോ ടവറിന് വിളിക്കാൻ. അവിടെ നിന്ന് ലിഫ്റ്റ് കയറി 2 പോണത് താഴെ നിന്ന്. ഞങ്ങൾ ലെഫ്റ്റിനകത്ത് കയറി. ലിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറാണ്. ക്യോത്തോ ടവറിൻ്റെ 360 ഡിഗ്രി നമുക്ക് സിറ്റി കാണാൻ പറ്റുന്ന വ്യൂ പോയിന്റിലാണിപ്പോൾ. ഇവിടെ ബൈനോക്കുലർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതിൽ സൂം ചെയ്ത് നോക്കാം. സിറ്റിയൊക്കെ അടിപൊളിയായിരുന്നു. മേളിലെ ആൾക്കാർ കുറവാണെന്ന് വെച്ചാൽ കുറവല്ല. ഇത്ര ആൾക്കാർ കയറ്റി വിടുന്നുള്ളൂ. ബാക്കിയുള്ളവരോടെ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസുകൾ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി 100 yen. എൻ്റെ 200 yen പോയിട്ട്, അതുകൊണ്ടാണ് ഈ പറയണത്. പാവയൊക്കെ പുറക്കെടുത്ത് നമുക്ക് നടന്നില്ല. അപ്പോൾ ഈ താഴെ കാണുന്നതാണ് ക്യോത്തോ സ്റ്റേഷൻ. ആ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡാണ് അത്. വെള്ള കളറിലൊരു സാധനം അങ്ങോട്ട് പോകുന്നുണ്ടോ ഇടത്തെ സൈഡിലോട്ട്. അത് ബുള്ളറ്റ് ട്രെയിനാണ് കേട്ടോ. ക്ലാരിറ്റി കുറച്ച് കുറവാണ്, ക്ഷമിക്കുക എല്ലാവരും. ഇത് പിന്നെ എന്താ പറയുക, മെഡൽ എന്നാണ് എഴുതിയേക്കണം. മെഡൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അതായത് ഒരു വട്ടത്തിലുള്ള ഒരു കോയിൻ ക്യോത്തോ ടവറിൻ്റെ ഒരു മെഡൽ പോലെ, എന്താ പറയുക, ഇപ്പോൾ ഒരു മെമ്മറി പോലെയൊക്കെ വയ്ക്കാം. അപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് അത് മേടിക്കാം. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു 100 yen കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് പ്രിൻ്റ് ചെയ്യാം അതിനകത്ത്. പിന്നെ നമ്മൾ വന്ന ഡേറ്റ്, വിസിറ്റ് ചെയ്ത ഡേറ്റ് എന്താണല്ലേ. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തായിരുന്നു ക്യോത്തോടെ ഒരു കോയിൻ. എന്നിട്ട് അത് പ്രിൻ്റ് ചെയ്തിട്ടാണ് എൻ്റെ പേരും പിന്നെ ഡേറ്റ് ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ പേര് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ അതൊരെണ്ണം പ്രിൻ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഉച്ചയായി. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഇത് ഞാൻ കരാഗിയാണ് ഓർഡർ ചെയ്തത്. കരാഗി എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ, അത്രേ ഉള്ളൂ. കരാഗിയുടെ ഒരു സെറ്റ് മീലാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഏകദേശം 850 yen ടാക്സ് അടക്കം. അപ്പോൾ ഒരു സൂപ്പ് ഉണ്ടായിരുന്നു, കുറച്ച് റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു 5 പീസ് ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് എനിക്കറിയില്ല. അതിൻ്റെ കൂടെ വസാബിയൊക്കെ ഉള്ള, കുഴപ്പമില്ലായിരുന്നു. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ക്യോത്തോ പോലത്തെ ഒരു സിറ്റിയിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള നല്ല ഫുഡായിരുന്നു. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈം കരാഗി എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ. നേരത്തെ കണ്ടതൊരു അമ്പലമുണ്ട്. അവിടെ കയറുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ എനിക്ക് കുറച്ച് ബുക്സൊക്കെ മേടിക്കണമായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് ബസ് കയറിപ്പോയി. JLPT N3 ബുക്സ് അവിടെ പ്രിപ്പയർ ചെയ്യണമെന്നാണ് പ്ലാൻ. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ബുക്ക് എടുത്തു.
3 പിന്നെ വായിക്കാൻ വേറെ ബുക്കൊന്നും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലായിരുന്നു. ബുക്കിന് കൊടുക്കുന്ന വില കേട്ടോ 1820 തന്നെ ആ ഒറ്റ ബുക്ക്, ഫേക്ക് എന്ന് പറഞ്ഞ ബുക്കിന്. നാട്ടിൽ 300 രൂപയ്ക്ക് 5-6 ബുക്ക് കോമ്പോ എടുത്തുകൊണ്ടിരുന്നു ഞാനാ.ないです。はい。はい。അപ്പോൾ അവിടെ നിന്ന് ബുക്ക് എടുത്തിട്ട് തിരിച്ചു വരാണ്ടായി. തിരിച്ചു പോയിട്ടാണ് ഞാൻ അമ്പലത്തിൽ കയറുന്നത്. ലേറ്റ് ആയാലെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അത്യാവശ്യം ഒരു 1-1.5 മണിക്കൂറൊക്കെ നടക്കേണ്ടി വന്നുകൊണ്ട് തപ്പിപ്പുറക്കി എടുക്കാൻ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ചീപ്പാണ്, ഏകദേശം 230 എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആ അമ്പലത്തിൻ്റെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിലേക്ക് കയറാൻ പോകണ്ട. എന്തായാലും അമ്പലമായ സ്ഥിതിക്ക് നമുക്ക് മ്യൂസിക് ഒന്ന് ചേഞ്ച് ചെയ്യാം. അമ്പലത്തിന് ജാപ്പനീസിൽ ഒത്തര എന്നാണ് പറയുന്നത്. നമ്മൾ ഇതിന് മുന്നേ ഞാൻ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നില്ല. അത് ജിഞ്ച ആയിരുന്നു കേട്ടോ. അത് ഷ്രൈനും ഇത് ടെമ്പിളാണ്. അത് ഷിൻഡോയും ഇത് ബുദ്ധനും. ഓക്കെ. ക്യോത്തോയിൽ അമ്പലത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ പെരുന്നാളാണ്. ഇതൊക്കെ ചെറുതാണ്. ഏകദേശം ഞാൻ മെയിനായിട്ട് ഷോപ്പിംഗ് നോക്കി വന്നുകൊണ്ടാണ് വലിയ പ്ലാൻ ചെയ്യാനാണ് വന്നത് എവിടെയെങ്കിലും പോകണം. കാരണം ചവറ് പോലെയാണ് അമ്പലമൊക്കെ, ഒറ്റ ദിവസം കൊണ്ടൊന്നും തീരത്തില്ല. ജസ്റ്റ് ഒന്ന് കയറുന്നത് മാത്രം. ഇനി എന്തായാലും വരണം. ക്യോത്തോ ഇത്ര അടുത്താണ്. ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് കവർ ചെയ്താൽ മേ ബി ഒരാഴ്ചയില്ല ഒരു 2 മാസം കൊണ്ട് ഓൾമോസ്റ്റ് എല്ലായിടത്തും കവർ ചെയ്യാൻ വേണ്ടി. അമ്പലം ഒരു ജാപ്പനീസ്, അതായത് ജപ്പാൻ്റെ ആ ഒരു വൈബ്. പണ്ടത്തെ ക്യോത്തോ ആയിരുന്നു പണ്ടത്തെ ക്യാപിറ്റൽ, പിന്നെയാണ് ടോക്കിയോ ആയത്. അപ്പോൾ ഉള്ളിൽ കയറാൻ വേണ്ടി നമ്മൾ ഷൂ ഒക്കെ അയക്കണം. ഷൂ അയച്ച് പുറത്ത് വയ്ക്കാൻ പറ്റില്ല, നമ്മൾ കൊണ്ട് നടക്കണം. തലവേദന. ഉള്ളിൽ കയറാൻ പോവാണ്. അറിയാം ഏതൊരു പള്ളി അമ്പലം പോലെ തന്നെയാണിതും. ചെരുപ്പൂരി കയ്യിലെടുത്തു. സ്റ്റെപ്പ് കയറി പോകണ്ട. എല്ലാം ഫുള്ള് മരമുണ്ടോ, മരത്തിൻ്റെ കളികളാണ് മൊത്തം. എല്ലാം മരം കൊണ്ടാണ് പണിതേക്കുന്നത്. അപ്പോൾ അങ്ങനെ അകത്ത് കയറി. ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. ഫ്ലോറിങ് തത്താമിയാണ്, ജാപ്പനീസ് ട്രഡീഷണൽ ഫ്ലോറിങ്. പിന്നെ ആൾത്താര ലൈറ്റിങ് എല്ലാം കൊള്ളായിരുന്നു. പിന്നെ അതിൻ്റെ പുറത്തെന്തോ ക്യാമ്പയിൻ എന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു കൾച്ചറൽ ഇവൻ്റാണെന്ന് തോന്നുന്നു. എല്ലാ പ്രിഫെക്ചറിൽ നിന്നും വന്നിട്ട് അവരുടേതായ ലോക്കൽ, ഇപ്പോൾ മേ ബി അവരുടെ മദ്യം, അവരുടെ ലോക്കൽ പ്രോഡക്ട്സ്, മേ ബി ഓരോ പ്രൊഫസറിനും എന്തെങ്കിലും അവരുടെ ഒതൻറ്റിക്കായിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടാവില്ലേ, അതിൻ്റെ എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ തിരിച്ചല്ല, ഫോണിൽ ഒട്ടും ചാർജില്ലായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു ട്രെയിൻ കയറി തിരിച്ചു വരികയാണ്. ഈ ഞായറാഴ്ചത്തെ പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുന്നു. കുഴപ്പമില്ല, അതിൽ പോയ കാര്യം നടന്നു. മേടിക്കണമെന്ന് വിചാരിച്ചൊക്കെ മേടിച്ചു. അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലത്ത് കയറി.